ഹലോ, ANS അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ നഴ്സിംഗ് ക്ലൗഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എയിംസ് പോലുള്ള സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും അതുപോലെ തന്നെ കേരള PSC എക്സാംസിനും യൂസ്ഫുൾ ആയിട്ടുള്ള ന്യൂട്രീഷനിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ബോഡി മാസ് ഇൻഡെക്സ് എന്നൊരു ചെറിയ ടോപ്പിക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേനും ഒരു പേഴ്സൻ്റെ വെയ്റ്റ് അവരുടെ ഹൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹെൽത്തി റേഞ്ചിലാണോ അല്ലയോ എന്ന് പറയാനായിട്ടുള്ള ഒരു പാരാമീറ്ററാണ് ബോഡി മാസ് ഇൻഡെക്സ്. വളരെ സിമ്പിളാണ്, പക്ഷേ നമുക്ക് പല എക്സാംസിനും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയയും കൂടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട ബോഡി മാസ് ഇൻഡെക്സിൻ്റെ ഫോർമുലയാണ്. ബോഡി മാസ് ഇൻഡെക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ഇൻ കിലോഗ്രാം ബൈ സ്ക്വയർ ഓഫ് ഹൈറ്റ്, അത് ചെയ്യുമ്പോഴാണ് നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് കിട്ടുന്നത്. സ്ക്വയർ ഓഫ് ഹൈറ്റ് കാണുന്നത് മീറ്ററിലാണ്. ഓക്കെ, ഇനി നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് നമുക്ക് ഈ ചെയ്ത് കിട്ടുന്ന വാല്യൂ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ BMI വാല്യൂ ലെസ് ദാൻ 18.5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം അണ്ടർ വെയ്റ്റ് ആണെന്ന് പറയാം. അതായത് ഹൈറ്റ് അനുസരിച്ചിട്ടുള്ള വെയ്റ്റ് അദ്ദേഹത്തിനില്ല. അപ്പോൾ അത് നമ്മൾ ആ ആളുടെ അണ്ടർ വെയ്റ്റ് നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് 18.5 തൊട്ട് 24.9 വരെയാണ് നമ്മുടെ BMIയുടെ നോർമൽ വാല്യൂ വരുന്നത്. അപ്പോൾ 25 എത്തിയിട്ടില്ല, 24.9 വരെ എത്തുമ്പോൾ നമുക്ക് BMI നോർമൽ എന്ന് പറയാം, ബോഡി മാസ് ഇൻഡെക്സ് നോർമൽ എന്ന് പറയാം. ഇനി 25 തൊട്ട് 29.9 വരെ വരുമ്പോൾ നമ്മളതിനെ ഓവർ വെയ്റ്റ് എന്ന് പറയും. അതായത് ഒബിസിറ്റിയിലേക്ക് എത്തിയിട്ടില്ല, അതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജാണ് ഓവർ വെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പലപ്പോഴും ഓവർ വെയ്റ്റ് എത്തുമ്പോഴാണ് ആൾക്കാർ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആകാനായിട്ട് തുടങ്ങും, അത് റിയലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ 25 തൊട്ട് 29.9 വരെ വരുമ്പോൾ നമുക്ക് ഓവർ വെയ്റ്റ് എന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് 30യുടെ മേളിലോട്ട് വരുന്നതെല്ലാം ഒബിസിറ്റിയാണ്. ഇനി അതിൽ തന്നെ നമുക്ക് 30 തൊട്ട് 34.9 വരെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ക്ലാസ് 1 ഒബിസിറ്റി എന്ന് പറയും. ഇനി 35 തൊട്ട് 39.9 വരെ വരികയാണെങ്കിൽ ക്ലാസ് 2 ഒബിസിറ്റി എന്ന് പറയും. ഗ്രേറ്റർ ദാൻ 40 വരികയാണെന്നുണ്ടെങ്കിൽ ക്ലാസ് 3 ഒബിസിറ്റി എന്ന് പറയും. ഓക്കെ, ഇതിൽ നമുക്ക് ഓവർ വെയ്റ്റിൻ്റെതും അതുപോലെ തന്നെ നോർമൽ വാല്യൂസ്, നോർമൽ BMIയുടെ വാല്യൂ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക, പറ്റുമെങ്കിൽ നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക, നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. സോ വീണ്ടും ഇതുപോലെ ഇൻഫർമേഷൻസുമായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. താങ്ക് യു.